പറഞ്ഞ എൻ്റെ അഭ്യുദയകാംക്ഷികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നാളെ നമ്മൾ തിരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്ക് കിടക്കുകയാണ്. പലരും ആകാംക്ഷയിലാണ്. ചില കാര്യങ്ങൾ ബേപ്പൂർ മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോയിൽ വരുന്നത്. കാരണം തുടക്കത്തിൽ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു പോകുന്ന രീതിയിലാണ് രാഷ്ട്രീയ സാഹചര്യ വോട്ടിംഗ് പാറ്റേൺ ഉള്ളത്. ഒന്നാമത്തെ ബൂത്ത് ആരംഭിക്കുന്നത് ബേപ്പൂരിൽ നിന്ന് തന്നെയാണ്. പഴയ ബേപ്പൂർ പഞ്ചായത്തിലെ 7 കോർപ്പറേഷൻ ഡിവിഷനുകളും അതുപോലെ തന്നെ നല്ലളം പ്രദേശത്തെ 7 ഡിവിഷനുകളും, അങ്ങനെ 14 ഡിവിഷനാണ് നമ്മുടെ മണ്ഡലത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും നമ്മുടെ മണ്ഡലത്തിൻ്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലെ കണക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ 14 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 105 ബൂത്ത് വരെയുള്ള ഭാഗം 19,913 വോട്ടിൻ്റെ ഭൂരിപക്ഷം നമ്മുടെ എതിർ സ്ഥാനാർത്ഥിക്ക് 21 തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിലും അവരുടെ ഒരു ശക്തി കേന്ദ്രമെന്ന് കണക്കാക്കുന്നത് ഈ ഡിവിഷനുകളൊക്കെ തന്നെയാണ്. ഇവിടെ എണ്ണിത്തുടങ്ങുമ്പോൾ ഈ 105 ബൂത്ത് നമ്മൾ കവർ ചെയ്ത് വരുമ്പം ഏകദേശം 7 റൗണ്ട് എണ്ണിക്കറിയണം. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 14 ബൂത്തുകളാണ്. അങ്ങനത്തെ 7 റൗണ്ട് എണ്ണിത്തീരുമ്പോഴാണ് ഈ 105 ബൂത്തുകളും എണ്ണിത്തീരുക. ഈ ഒരു ഘട്ടത്തിൽ ഒരു 7,500 തൊട്ട് 8,000 വോട്ട് വരെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി ലീഡ് ചെയ്താൽ പോലും നമ്മളെ സംബന്ധിച്ച് ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. പിന്നീട് വരുന്നത് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ പിന്നെ ഫറൂഖ് മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ അവസാനത്തെ ബൂത്തുകൾ വരുന്നത് നമ്മുടെ കടലുണ്ടി പഞ്ചായത്തുമാണ്. ഇവിടെ നമ്മൾ കണക്കാക്കുന്ന ലീഡ് എന്ന് പറയുന്നത് രാമനാട്ടുകര പഞ്ചായത്തിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 4,000 തൊട്ട് 4,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം നമുക്കുണ്ടാവും. അതോടൊപ്പം രാമനാട്ടുകര എണ്ണി തീർന്ന് ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലേക്ക് കടന്ന് ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തുകൾ എണ്ണിത്തീരുമ്പോൾ ഫറൂഖിൽ നിന്ന് മാത്രം നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 6,000 തൊട്ട് 7,500 വോട്ടോ നമ്മൾ ഭൂരിപക്ഷം നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഈ 2 മുനിസിപ്പാലിറ്റിയും എണ്ണിക്കഴിയുമ്പോൾ തന്നെ അവർ നേടിയ ഭൂരിപക്ഷത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും. പിന്നീട് വരുന്നത് ചാലിയം പഞ്ചായത്താണ്, കടലുണ്ടി പഞ്ചായത്താണ്. കടലുണ്ടി പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷം ലീഡ് ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ മൊത്തം ആ പഞ്ചായത്തിലെ വോട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 500 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് LDFനുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2,750 തൊട്ട് 3,500ഓളം വോട്ടുകൾ നമ്മൾ ലീഡ് ചെയ്യുന്ന കൃത്യമായ രാഷ്ട്രീയമായ വോട്ടേഴ്സ് കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. വലിയ രീതിയിൽ വോട്ട് മാറ്റം ഉണ്ടായിരിക്കുന്ന, നമുക്ക് അനുകൂലമായി മാറ്റമുണ്ടായിരിക്കുന്ന ഒരു പഞ്ചായത്താണ് കടലുണ്ടി പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെന്തുകൊണ്ടാണ് നിങ്ങളത് അറിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് നെഞ്ചിടിപ്പോടു കൂടി കാണുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് അനുഭാവികളും പ്രവർത്തകരും UDFൻ്റെ പ്രവർത്തകരും എല്ലാവരും ഒരു ആശങ്കയിലായി. നിങ്ങൾ മാനസിക പ്രയാസത്തിലേക്ക് ഒന്നാം ഘട്ടത്തിലെ ഈ 105 ബൂത്തുകൾ എണ്ണുമ്പോൾ നിങ്ങൾ ആയിപ്പോകരുത്. ഇതാണ് ഇതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ പാറ്റേൺ ഇതായിരിക്കും എന്ന് അറിയിക്കുകയാണ്. അതുകൊണ്ട് സമാധാനമായിരിക്കുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും വിജയം നമുക്ക് തന്നെയാണ്. നമ്മളൊരു നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ 1.25 വർഷമായി നമ്മൾ നടത്തിയിട്ടുള്ളത്. കേരളത്തിലുടനീളം UDFൻ്റെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവും. നമ്മളൊരു സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കേരള ജനത പിണറായി സത്തിനെതിരെ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ എക്സിറ്റ് പോളുകളുടെയും മറ്റു സർവേകളുടെയും ഫലങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിനെ മതിക്കേണ്ടതില്ല. ഞാനിപ്പോഴും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് 90 സീറ്റിന് മുകളിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച സർവേയിൽ, സർവേയിൽ കാണിച്ച 86 സീറ്റ് ഉറപ്പായിട്ടും 23 സീറ്റിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ ഘട്ടത്തിൽ 100 സീറ്റ് നന്നായിട്ട് കവർ ചെയ്ത് പോകും. ഒരു കാര്യം ഉറപ്പിച്ച് എനിക്ക് പറയാം, 50 സീറ്റിലപ്പുറം പിണറായി സംഘം കടക്കില്ല എന്നത് ഉറപ്പാണ്. അതൊരു പക്ഷേ 35-40 സീറ്റിലേക്ക് ഒതുങ്ങിയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി മറ്റു വല്ല അട്ടിമറികളും, നമ്മളിപ്പോൾ ഇവിടെ പല അട്ടിമറികളും കോഴിക്കോട് വെച്ചിട്ട്
സ്ട്രോങ് റൂം തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതും പല ഭാഗത്തുനിന്നുള്ള പല റിപ്പോർട്ടുകളും വന്നിട്ടുള്ളതാണ്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗത്തിരിക്കട്ടെ. പക്ഷേ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും സമാധാനമായിരിക്കുക. നാളത്തെ ദിവസം കേരളത്തിലെ നല്ലവരായ ജനങ്ങൾക്കുള്ള UDF പ്രവർത്തകർക്കുള്ള സന്തോഷത്തിൻ്റെ ദിനമായിരിക്കും. നല്ലൊരു സന്തോഷത്തിൻ്റെ ദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. നന്ദി.